UGC നെറ്റിൻ്റെ 2017 ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതതിൻ്റെ പാർട്ട് 3 ആണ്. മലയാളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസിക ഏതാണ്? ധന്വന്തിരിയാണ്. ധന്വന്തിരി. മലയാള കവിതയുടെ അഭിജാത പാരമ്പര്യത്തെ വെൺമണി കവിത വെല്ലുവിളിച്ചെന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ 2 ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. കാവ്യഭാഷയെയും സംഭാഷണ ഭാഷയും കൂടുതൽ അടുപ്പിച്ചു. പ്രമേയത്തെ ലളിതമായി ആവിഷ്കരിച്ചു. അടുത്ത ചോദ്യം നോക്കാം. കുറച്ച് കൃതികളും അതിൻ്റെ കർത്താക്കളുമാണ് നൽകിയിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം കറക്റ്റായിട്ടുള്ളത്. ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. അഷ്ടമി യാത്ര ആരാണ് എഴുതിയിരിക്കുന്നത്? നടുവത്തച്ഛൻ. അഷ്ടമി യാത്ര നടുവത്തച്ഛൻ. കാശി യാത്ര പാലിയത്ത് കുഞ്ഞുണ്ണി അച്ഛൻ. പാലിയത്ത് കുഞ്ഞുണ്ണി അച്ഛൻ. രാമേശ്വര യാത്ര വെൺമണി അച്ഛൻ. കുംഭകോണ യാത്ര ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. ആരൊക്കെയാണ്? അഷ്ടമി യാത്ര നടുവത്തച്ഛൻ, കാശി യാത്ര പാലിയത്ത് കുഞ്ഞുണ്ണി അച്ഛൻ, രാമേശ്വര യാത്ര വെൺമണി അച്ഛൻ, കുംഭകോണ യാത്ര ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. അടുത്തത്, വള്ളത്തോളിനെ പീകമായും ഉള്ളൂരിനെ അരയന്നമായും ജിയെ പൊന്മാനായും ചിത്രീകരിക്കുന്ന കവിപക്ഷിമാലയുടെ രചയിതാവ് ആരാണ്? കോയിപ്പിള്ളി പരമേശ്വരക്കുറുപ്പാണ്. ആരാണ്? കോയിപ്പിള്ളി പരമേശ്വരക്കുറുപ്പ്. കവിപക്ഷിമാല. അടുത്തതൊരു ചേരുംപടി ചേർക്കാനാണ്. കുറച്ച് കൃതികളും അതിൻ്റെ വൃത്തങ്ങളും നൽകിയിരിക്കുന്നുണ്ട്. നോക്കാം. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. നോക്കാം. വസന്തതിലകം ഏതിലാണ്? വീണപൂവ്. വസന്തതിലകം വീണപൂവ്. രഥോത്തത ഏതിലെയാണ്? നളിനി. രഥോത്തത നളിനി. വിയോഗിനി ചിന്താവിഷ്ടയായ സീത. വിയോഗിനി ചിന്താവിഷ്ടയായ സീത. ശാർദൂല വിക്രീഡിതം പ്രരോദനം. ശാർദൂല വിക്രീഡിതം പ്രരോദനം. വസന്തതിലകം വീണപൂവ്, രഥോത്തത നളിനി, വിയോഗിനി ചിന്താവിഷ്ടയായ സീത, ശാർദൂല വിക്രീഡിതം പ്രരോദനം. അടുത്ത ചോദ്യം നോക്കാം. ഒരു രാജ്യം, നിങ്ങൾക്കൊരു ഭാഷ, നിങ്ങൾക്കൊരു ദേവൻ, നിങ്ങൾക്കൊരു സമുദായം. ഏതു കവിതയിലെ വരികളാണ്? ഉത്തരം വരുന്നത് പ്രഭാത നക്ഷത്രം. ഏതാണ്? പ്രഭാത നക്ഷത്രം കുമാരനാശാൻ്റെയാണ്. അടുത്തത്, കഥകളി നടന്മാരുടെ മാനസിക വിക്ഷോഭം ആവിഷ്കരിക്കുന്ന കവിതകൾ എഴുതിയിരിക്കുന്ന കവികൾ ആരൊക്കെയാണെന്ന്. ഉത്തരം വരുന്നത് പി കുഞ്ഞിരാമൻ നായരും വയലാറുമാണ്. കഥകളി നടന്മാരുടെ മാനസിക വിക്ഷോഭം ആവിഷ്കരിക്കുന്ന കവികളാണ് ആരൊക്കെ? പി കുഞ്ഞിരാമൻ നായരും വയലാറും. അടുത്തത് നോക്കാം. കാര്യം. വയലാർ, പി ഭാസ്കരൻ, ONV എന്നിവരിൽ ONV വേറിട്ട വ്യക്തിത്വം പുലർത്തുന്നു. കാരണം പറയുന്നത് എന്തൊക്കെയാണ്? ദാർശനിക ആവിഷ്കാരത്തിൻ്റെ കാര്യത്തിൽ ONV കവിത കൂടുതൽ ദൃഢമാണ്. സംസ്കൃത സാഹിത്യബന്ധം ONV കവിതയെ അതീവ ഗഹനമാക്കി. ഭാവഗീത ഘടന ONV രചനകളിൽ ബലമുള്ളതാണ്. ഇതിൻ്റെ ശരിയുത്തരം ഏതാ വരുന്നത്? B ആണ്. കാര്യം ശരി, കാരണം Aയും Bയും ശരി. ഏതൊക്കെയാണ്? ദാർശനിക ആവിഷ്കാരത്തിൻ്റെ കാര്യത്തിൽ ONV കവിത കൂടുതൽ ദൃഢമാണ്. സംസ്കൃത സാഹിത്യബന്ധം ONV കവിതയെ അതീവ ഗഹനമാക്കി. അത് രണ്ടുമാണ് വരുന്നത്. അടുത്തൊരു ചേരുംപടി ചേർക്കാനുള്ളതാണ്. ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ 4 ആണ് വരുന്നത്. നോക്കാം. ആരൂഢം ആരാണ് എഴുതിയത്? കണിമോളാണ്. കണിമോൾ. കടൽപ്പച്ച ആശാലത. കടൽപ്പച്ച ആശാലത. മുറ്റമടിക്കുമ്പോൾ അനിതാ തമ്പി. മുറ്റമടിക്കുമ്പോൾ അനിതാ തമ്പി. ദൈവത്തിൻ്റെ സ്വന്തം ബിന്ദു കൃഷ്ണൻ. ദൈവത്തിൻ്റെ സ്വന്തം ബിന്ദു കൃഷ്ണൻ. ആരൂഢം, കണിമോള്, കടൽപ്പച്ച ആശാലത, മുറ്റമടിക്കുമ്പോൾ അനിതാ തമ്പി, ദൈവത്തിൻ്റെ സ്വന്തം ബിന്ദു കൃഷ്ണൻ. ഇത്രയാണ്. അടുത്ത ചോദ്യം. അടുത്തതൊരു പട്ടികയാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. നോക്കാം. സമനില. സമനില ആരാണ്? KR ടോണി. സമനില KR ടോണി. തോർച്ച ആരാണ് എഴുതിയിരിക്കുന്നത്? മോഹനകൃഷ്ണൻ കാലടി. തോർച്ച മോഹനകൃഷ്ണൻ കാലടി. തോരാമഴ ആരാണ് എഴുതിയിരിക്കുന്നത്? റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദ് തോരാമഴ. മഴക്കാലം ആരാണ്? അൻവർ അലി. മഴക്കാലം അൻവർ അലി. സമനില KR ടോണി, തോർച്ച മോഹനകൃഷ്ണൻ കാലടി, തോരാമഴ റഫീഖ് അഹമ്മദ്, മഴക്കാലം അൻവർ അലി. അപ്പോൾ 30 ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു ചോദ്യമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.